മൊത്തമായിട്ട് കത്തി നശിച്ചൊരു വണ്ടിയാണ് കേട്ടോ അത്. അപ്പോൾ ഇതിന് നമുക്ക് മാക്സിമം പറ്റാവുന്ന രീതിയിലൊക്കെ റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് പുതിയ ബാറ്ററി നിർമ്മിച്ച് ബാറ്ററി ട്രേ കാര്യങ്ങളൊക്കെ കയറ്റിയിട്ട് 3 വർഷത്തോളം പഴക്കവും അതുപോലെ തന്നെ വാറണ്ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണിത്. ശരിക്കും ഇതിൻ്റെ ബാറ്ററിൻ്റെ ഭാഗം ഇവിടെ അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ബാറ്ററിക്കായിട്ട് വേണ്ടി ഒരു പുതിയ ട്രേ കാണുന്നില്ലേ, ഇവിടെ ഒരു പുതിയ ട്രേ അടിക്കേണ്ടി വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമുക്ക് ഈ സീറ്റിൻ്റെ അടിഭാഗം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരു യൂട്ടിലിറ്റി ബോക്സായിട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ബോഡി പാർട്സുകൾ കംപ്ലീറ്റ് മാറ്റേണ്ടി വന്നതാണ്. ബാറ്ററി ഇതേമാതിരി നമുക്ക് ഈസി ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ കഴിയും. അതുപോലെ തന്നെ 2 ഹാൻഡിലുണ്ട്, നമുക്ക് കൈകാര്യം ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. സീറ്റ് അടച്ചതിന് ശേഷം അതിൻ്റെ MCB ഒക്കെ ആദ്യമല്ലേ അതേ രീതിയിൽ തന്നെയാണ് MCB കൊടുത്തത് കേട്ടോ. പിന്നെ ഇതിൽ വയറിംഗ് കിറ്റ് മൊത്തം മാറ്റേണ്ടി വന്നതാണ്. പിന്നെ കൺട്രോളർ യൂണിറ്റ് മാറ്റി. പിന്നെ മോട്ടർ പഴയ മോട്ടർ തന്നെയാണ്. AH വരുന്ന LF ബാറ്ററിയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. 72 വോൾട്ട് 45 AH LFP. 2 സൈഡിലും ഇതിൻ്റെ ഹാൻഡിൽ കൊടുത്ത കാരണം തന്നെ നമുക്ക് സുഖമായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ബാറ്ററിക്ക്. അപ്പോൾ ഇതാണ് നമ്മളെ ഷോറൂം വരുന്നത്. കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള കാഴ്ചയാണിത്. അതായത് പുതിയ വണ്ടിയുടെ അതേ രൂപത്തിൽ തന്നെയായിട്ട് ഏകദേശം 95%. ഫ്രണ്ടിലെ ബോഡി പാർട്ട് കുറച്ച് പഴയ തന്നെയാണ്, മാറ്റാണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയെല്ലാം വർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ്.